എന്തായാലും ഇത്തവണ കിഫ്ബി മസാല ബോണ്ടിലൂടെ ഇ ഡി മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. എന്താണ് കാരണം? മസാല ബോണ്ടിലൂടെ കേരളത്തിലേക്ക് വന്നത് വിദേശ വായ്പയാണ്. ആ വായ്പ കേരളത്തിന്റെ വികസനത്തിന് വിനിയോഗിച്ചു എന്നത് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ ഈ വിദേശ വായ്പ വകമാറ്റിയത് പിണറായി വിജയന്റെ അറിവോടെയും അനുഗ്രഹ ആശീസ്സോടെയുമാണെന്നാണ് ഇപ്പോഴത്തെ ഇ ഡി റിപ്പോർട്ട്. അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിന്റെയും പങ്ക് വളരെ വ്യക്തമായിട്ട് ഇ ഡി പറഞ്ഞിട്ടുണ്ട്. കിഫ്ബി സിഇഒയുടെയും പങ്ക് ഇ ഡി വ്യക്തമായി തങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ രേഖകളിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഒപ്പിട്ടത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെയും കിഫ്ബി സിഇഒ കെ എം എബ്രാഹിമിന്റെയും വ്യക്തമായ അറിവോടെയാണെന്നാണ് ഇ ഡിയുടെ റിപ്പോർട്ടിലുള്ളത്. ഈ കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ വലങ്കയാണെന്ന് എല്ലാവർക്കും അറിയാം. മസാല ബോണ്ടിലൂടെ നേടിയ വിദേശ വാണിജ്യ വായ്പ ഉപയോഗിച്ച് 5000 ഏക്കറിലേറെ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലാണ് ഫെമ ചട്ടത്തിന്റെ ലംഘനമുണ്ടെന്ന് ഇ ഡി വ്യക്തമായ തെളിവുകൾ നിരത്തി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കാൻ 466 കോടി രൂപയാണ് കിഫ്ബി വഴി ചെലവിട്ടത്. പറയുന്നതോ ദേശീയപാത, കുടിവെള്ളം, റെയിൽ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുത്തെന്നാണ്. റിസർവ് ബാങ്കിന്റെ സഹായത്തോടെയും അനുമതിയില്ലാതെയും ഒരു സ്ഥാപനത്തിനും മസാല ബോണ്ട് ഇറക്കാൻ രാജ്യത്തിന് പുറത്ത് മറ്റൊരു ഏജൻസിയെയും സമീപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഇടപാടുകളെല്ലാം റിസർവ് ബാങ്കിനും വ്യക്തമായി അറിയാമായിരുന്നു. കിഫ്ബി ജോയിന്റ് ഫണ്ട് മാനേജറെയും സിഇഒ കെ എം എബ്രാഹിമിനെയും വിശദമായി വീണ്ടും ഇ ഡി ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ഇത്തരം 5000 ഏക്കറിലൂടെ ഭൂമി ഫെമ ചട്ടം ലംഘിച്ച് വാങ്ങിക്കൂട്ടി എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇ ഡി തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫെമ ചട്ട ലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു. 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇ ഡിയുടെ ഈ ഏറ്റവും പുതിയ നടപടി എന്നുകൂടി ഓർക്കണം. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിനിയോഗിച്ചത് ചട്ടലംഘനം തന്നെ എന്നാണ് ഇ ഡി പറയുന്നത്. 2019 ജനുവരിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് ഭൂമി വാങ്ങൽ നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. അതേസമയം ഇതേ പിണറായി വിജയൻ വാദാരാതെ പ്രശംസിച്ചടക്കിയാണ് കിഫ്ബിയാണ് കേരളത്തിന്റെ നാഥൻ, കിഫ്ബി ഇല്ലെങ്കിൽ കേരളം ഇല്ല എന്നൊരവസ്ഥ ഉണ്ടാകും എന്നൊക്കെ. അങ്ങനെ കിഫ്ബിയെ പ്രശംസിച്ചും വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ മുഖ്യമന്ത്രി ഇവിടെയല്ല, അങ്ങ് ദുബായിൽ തന്റെ അടവുകളെല്ലാം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇത്രയും കാതലായ വിഷയങ്ങൾ നടക്കുമ്പോൾ, ഇവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദുബായിൽ പ്രവാസി സംഗമത്തിൽ മുഖ്യമന്ത്രി ചെന്നങ്ങ് മുഴുവൻ സമയവും പങ്കെടുത്തു. എന്നിട്ടാണ് ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകാത്തതിന്റെ പിഴ അടച്ചതുപോലും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണെന്ന് മുഖ്യമന്ത്രി അവിടെ ചെന്ന് കണക്ക് പറഞ്ഞത്. എന്തായാലും ഇക്കുറി ഫെമ നിയമലംഘനത്തിൽ ഇ ഡി മുഖ്യമന്ത്രിയെയോ തോമസ് ഐസക്കിനെയോ കെ എം എബ്രാഹിമിനെയോ ഒന്നും വെറുതെ വിടാൻ ഒരുക്കമല്ല എന്നുറപ്പ്. കാരണം വ്യക്തമായ തെളിവുകൾ, 3 വർഷം നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷം തെളിവുകൾ ശേഖരിക്കുന്നതിന് ശേഷമുള്ള വ്യക്തമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇ ഡി കിഫ്ബിക്കെതിരെയും പിണറായി വിജയനെതിരെയും തയ്യാറാക്കിയിരിക്കുന്നത്.